ഇന്നലെയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ആദ്യ ഹിയറിംഗ്. അവസാന ഹിയറിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ റൗണ്ടിന്റെ ഏറ്റവും ആദ്യത്തെ ഹിയറിംഗും വാദവും ഇന്നലെ കോടതിയിൽ വെച്ച് നടന്നു. എന്നാൽ കോടതിയിൽ ദിലീപ് എത്തിയപ്പോൾ മുതൽ തന്നെ മാധ്യമങ്ങളെല്ലാവരും ദിലീപിനെ ചുറ്റുന്നുണ്ടായിരുന്നു. കാവ്യ പ്രതി അല്ലെങ്കിൽ പോലും, കാവ്യയ്ക്ക് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ പോലും കാവ്യയും ദിലീപിനോടൊപ്പം കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടും വീട്ടിലിരുന്നിട്ട് തീരെ ഒരു ഉറപ്പ് വരാത്തത് കൊണ്ടുമാണ് ദിലീപിനോടൊപ്പം കാവ്യ ഇറങ്ങിയതെന്ന് പറയാം. മകളെ ഒറ്റയ്ക്കാക്കി സ്കൂളിലാക്കി ദിലീപിനോടൊപ്പം ആ കാറിനുള്ളിലിരിക്കുന്ന കാവ്യയുടെ എല്ലാ വിഷമങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു എന്ന് പറയുന്നു. കാവ്യയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട്, അതുപോലെ തന്നെ നല്ല വിഷമവുമുണ്ട്. കാറിനുള്ളിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യ. ദിലീപിന് കോടതിക്കുള്ളിൽ പോകണം. ദിലീപ് കാർ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവറെ ആക്കിയതിന് ശേഷമാണ് കാവ്യയെ മാറ്റി നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി കോടതിയിലേക്ക് പോയത്. പിന്നീടാണ് മാധ്യമങ്ങൾ കാറിനുള്ളിൽ കാവ്യയെ കണ്ടതും. കാവ്യ കോടതിക്കുള്ളിൽ എത്തില്ല എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കോടതിക്കുള്ളിൽ എത്തേണ്ട കാര്യം കാവ്യയ്ക്കില്ല, കാരണം കാവ്യ ഈ കേസിൽ പ്രതിയല്ല. എന്നാൽ ദിലീപിനോടൊപ്പം തന്നെ എന്തായിരിക്കും സംഭവമെന്നും എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നും അറിയാൻ കോടതിയിൽ നേരിട്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം കാവ്യ. കാവ്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ദിലീപിനെ രക്ഷിക്കുക എന്നതും ദിലീപ് രക്ഷപ്പെടുക എന്നതും വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. 2 പെൺമക്കളാണ് ഇനിയുള്ളത്. ആ 2 പെൺമക്കളും എവിടെയും എത്തിയിട്ടില്ല. ഒരാൾ ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞ് ഡോക്ടറായിട്ടുണ്ടെങ്കിലും അതിന് ഒരു തീർപ്പായിട്ടില്ല. മകളുടെ വിവാഹം നടത്തിയിട്ടില്ല. മറ്റൊരു മകൾക്ക് ഇപ്പോൾ 6 വയസ്സ് മാത്രമാണ് പ്രായം. സ്കൂളിൽ പോയിരിക്കുകയാണ്, ഒന്നും അറിയുന്നില്ല. ഇവിടെയുള്ള സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മകളെയും മക്കളെയും ഒക്കെ ആവശ്യമില്ലാത്തത് അവിടുത്തെ കുട്ടികൾ പറയുമെന്നും വേദനിപ്പിക്കുമെന്നും മനസ്സിലാക്കി 2 മക്കളെയും ചെന്നൈയിലാണ് ദിലീപ് പഠിപ്പിക്കുന്നത്. ദിലീപും കാവ്യയും തന്നെ ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അവിടെയാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് സമാധാനമായി പഠിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും അത്തരത്തിൽ പ്രതികരിച്ചതും നിന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് ഒരു സമാധാനവുമില്ലാതെ കാവ്യ അവിടേക്ക് എത്തുകയായിരുന്നു. കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദിലീപിനോടൊപ്പം തന്നെ കോടതി വളപ്പിലെത്തുകയും എന്താണ് സംഭവമെന്നറിയാൻ കാവ്യ അവിടെ ആകാംക്ഷ പരിധിയെ ഇരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നലെ വലിയ വാദങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കേസ് ഉടൻ തന്നെ അവസാനിക്കണമെന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയിൽ എല്ലാവരും ഈ കേസിനെ ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇന്നലെ വലിയ സംഭവങ്ങളൊന്നും തന്നെ കോടതിയിൽ അരങ്ങേറിയില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് കരുതി പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ കാവ്യ ആ കാറിനുള്ളിലിരുന്നത്. എന്നാൽ ഇന്നലെ വാദം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് തിരികെ പോകേണ്ടി വന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായ വാക്കുകളിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ ഡിസംബറിനുള്ളിൽ തന്നെ തീർക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ആരും അത് വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. പക്ഷേ ഇപ്പോഴിതാ ഹണിയം വർഗീസിൻ്റെ ചേംബറിൽ വരുന്ന ഈ കേസ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ആ കേസിൻ്റെ അവസാന ഹിയറിംഗ് നടക്കുകയാണ്. അതായത് ഡിസംബറിൽ കോടതി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ അവസാന ഹിയറിംഗ് ഉണ്ടാകുമെന്ന് പറയുന്നു. അവസാന ഹിയറിംഗോടെ തന്നെ ദിലീപ് പ്രതിപട്ടികയിൽ ഉണ്ടാകുമോ, ആരൊക്കെയായിരിക്കും പ്രതികൾ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഉടൻ അറിയാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.